ഞാൻ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോകാൻ തീരുമാനിച്ച് രാവിലെ അതിൻ്റെ ഒരു വീഡിയോയാണ് ഞാനിത് നിങ്ങളെ കാണിക്കുന്നത്. ഇതുവഴി ഞാൻ കയറിയ എൻട്രൻസ് കിഴക്കേക്കോട്ട എൻട്രൻസ് വഴി കയറിയപ്പോൾ തന്നെ ധാരാളം അന്യസംസ്ഥാന അയ്യപ്പ ഭക്തന്മാരെയാണ് കൂടുതലും കാണാൻ കഴിയുന്നത്. കാരണം ശബരിമലയിൽ പോയിട്ട് തിരികെ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ വന്ന് അവിടെയും ദർശനം നടത്തിയിട്ട് മാത്രമേ ഈ ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന ഭക്തജനങ്ങൾ തിരികെ പോകാറുള്ളൂ. അല്ലാതെ നമ്മളെ നാട്ടുകാരായിട്ടുള്ള ജനങ്ങളൊക്കെ വളരെ കുറവാണ്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ മേത്തൻ മണിയാണ് കാണുന്നത്. ആ മേത്തൻ്റെ കവിളിൽ രണ്ട് ആടുകൾ വന്ന് കൂട്ടിയിടിക്കുമ്പോൾ ശബ്ദമുണ്ടാക്കി ടൈം ബെല്ലടിക്കും. ഒന്നെങ്കിൽ 1 മണി, 5 മണി, 12 ബെല്ലടിക്കും. അത് ആരും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പണ്ട് കാലത്ത് ഇവിടുത്തെ ആൾക്കാർ ഇതിൽ നിന്നാണ് സമയം അറിയുന്നത്. ക്ലോക്കും വാച്ചൊക്കെ വരുന്നതിന് മുന്നുള്ള സമയമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അവിടെ നിന്ന് അതും കഴിഞ്ഞിട്ട് ഞാൻ നേരെ ക്ഷേത്രത്തെ ലക്ഷ്യമാക്കി നടന്നു. ധാരാളം ഭക്തർ അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയ ഭക്തരുണ്ട്, കയറി തിരിച്ചിറങ്ങി പോകുന്ന ഭക്തരുണ്ട്, കയറാൻ വരുന്ന ഭക്തർ, അങ്ങനെ ധാരാളം. ഇവിടെ ഒരാൾ സുവനീർ കട വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ ധാരാളം ആൾക്കാരെ വിളിച്ച് കയറ്റി സാധനങ്ങൾ വിൽക്കുന്ന ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ശ്രീപത്മനാഭൻ്റെ ലോക്കറ്റുകളും പുസ്തകങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങാൻ കഴിയും. ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ ഇവിടെ കുറച്ച് ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട്. ഇത് ഇവിടുത്തെ ഒരു ക്ലോക്ക് റൂമാണ്. ഈ ക്ലോക്ക് റൂമിൽ നമ്മുടെ ഡ്രസ്സുകളൊക്കെ വയ്ക്കാനും ഒക്കെ ഉള്ളതാണ്. പിന്നെ ഇതിനകത്ത് കയറുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പാൻറ്റും ഷർട്ടും ഇട്ട് കയറാൻ പാടില്ല പുരുഷന്മാർ. സ്ത്രീകളാണെങ്കിലും മുണ്ടെടുക്കണം, ചുരിദാറിൻ്റെ മുകളിൽ കൂടെ ഒരു മുണ്ടെടുക്കണം. പുരുഷന്മാർ മുണ്ടെടുത്ത് മാത്രമേ കയറാൻ പാടുള്ളൂ. ഇവിടെ ഒരു പ്രത്യേകത ഇത് കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു കുതിരമാളികയാണ്. കുതിരമാളിക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയണമെന്നില്ല, നമുക്കൊക്കെ ഈ നാട്ടുകാരായതുകൊണ്ട് അറിയാം. കാരണം കുതിരമാളിക എന്ന് പറഞ്ഞാൽ സ്വാതിരുന്ന മഹാരാജാവ് ഭരിച്ച ഒരു കൊട്ടാരമാണ് കാണുന്നത്. ഈ കടകളുടെ പുറകിലാണ് ആ കൊട്ടാരം. അതിനെക്കുറിച്ച് ഞാനൊരു വിശദമായിട്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതിനൊക്കെ വളരെ നല്ലൊരു വീഡിയോ ചെയ്യാറുണ്ട്. അതിനെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. എന്നിട്ട് ഞാൻ വീണ്ടും നടന്നു. ധാരാളം ആൾക്കാർ പൊയ്ക്കൊണ്ടിരിക്കുന്നു. പിന്നെ ധാരാളം ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. പോകുന്ന വഴിക്ക് തന്നെ ചിലരിവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട്, ചിലർ കഴിഞ്ഞ് ഇറങ്ങി പോകുന്നുണ്ട്. ധാരാളം പേര് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് പോയി ക്ഷേത്രത്തിലേക്ക് ഒരു പ്രത്യേകത, ക്ഷേത്രത്തിൻ്റെ മുകളിൽ ഒരു 7 ഗോപുരം കാണാൻ കഴിയും. അത് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. 7 ഗോപുരം എന്ന് പറഞ്ഞാൽ അത് കാണുന്നുണ്ട്. 7 അടി പൊക്കമാണ് ഒരു ഗോപുരത്തിന്. ഫുൾ സ്വർണ്ണമാണ്. അത് ഒരാൾ പിടിച്ചാൽ എത്തൂല. കാരണം ദൂരെ കണ്ടാൽ ഇത് ചെറിയൊരു സാധനം പോലെ തോന്നുന്നത്, പക്ഷേ അത് വളരെ വലുതാണ്. പിന്നെ ധാരാളം പേര് ഇവിടെ എൻട്രൻസിനോടെ തൊഴുത് നിർവൃതി അടഞ്ഞ് ഇറങ്ങി വരുന്ന ആൾക്കാരാണ്. ശ്രീപത്മനാഭൻ്റെ 4 ഗോപുരങ്ങളുണ്ട്. 4 നടകളിലും ഇതുപോലെ ജനക്കൂട്ടം ഉണ്ടാവും. ഇത് പ്രധാനപ്പെട്ട ഇവിടുത്തെ വാതിലാണ്. ഈ എൻട്രൻസാണ് കിഴക്കേക്കോട്ട എന്നുള്ള എൻട്രൻസാണ് ഈ കാണുന്നത്. പിന്നെ പടിഞ്ഞാറേക്കോട്ട, തെക്കേക്കോട്ട, ഇങ്ങനെ 4 ഉണ്ട്. ഈ 4 ഇതുപോലെ ആൾക്കാർ ഉണ്ടാകും. ഞാൻ തിരിച്ച് കിഴക്കേക്കോട്ടയിലോട്ട് തന്നെ തിരികെ നടക്കുകയാണ്. തിരികെ നടക്കാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ ഇവിടെ ഒരാൾ ഒരു സിനിമ സ്റ്റൈലിലൊക്കെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. തിരികെ നടന്ന് ഞാൻ കിഴക്കേക്കോട്ട ഭാഗത്തേക്ക് പോവുകയാണ്. പിന്നെ വേറെ വിശേഷങ്ങൾ ഇതിനേക്കാളും നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ കാണിക്കുന്നതായിരിക്കും. പിന്നെ ഇവരുടെ പോകുന്ന ആൾക്കാരെ കണ്ടില്ലേ, എല്ലാവരും മുണ്ടെടുത്തുകൊണ്ട് നിൽക്കുന്നത് കണ്ടില്ലേ. ഇത് മുണ്ടെടുത്തുകൊണ്ട് മാത്രമേ ഈ ക്ഷേത്രത്തിൽ കയറാൻ പാടുള്ളൂ.